ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ. അതിന്റെ അർത്ഥം ഒരു ദിവസം ഇവിടെ നിന്ന് ചത്ത് മണ്ണടിഞ്ഞ് എല്ലാം കൂടി പോവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാലാകാലം ഇവിടെ തപസ്സിരിക്കാന്ന് വിചാരിക്കേണ്ട. ജനിച്ച ഒരു ദിവസം ചാവും. അത് മനസ്സിലാക്കി വേണം ജീവിക്കാൻ. ഇവിടെ കിടന്ന് കുന്തളിപ്പുകൾ കാണിച്ചിട്ട് തള്ള എൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട് ഞാനാണ് ഇവിടുത്തെ ജന്മി, ഞാൻ ഇവിടുത്തെ രാജകുടുംബത്തിന്റെ പിൻഗാമിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ അഹങ്കാരവും പിടിച്ചു വെച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കുറച്ച് മനുഷ്യപ്പറ്റോടെ ജീവിക്കണേ. അല്ലാതെ എൻ്റെ കുടുംബത്തിൻ്റെ പൈസ കൊണ്ട് എൻ്റെ കുടുംബത്തിലെല്ലാം കിടിലങ്ങളാണ് എന്നൊക്കെയുള്ള ചിന്തയും വെച്ച് ജീവിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നഹി ഒന്നുമില്ല. ഒരു ദിവസം ഈ കാണുന്ന നിങ്ങളായാലും ഞാനായാലും ഇവിടെ നിന്ന് ആവിയാവും. അത് മനസ്സിൽ ഓർമ്മ ഉണ്ടാവണം. ഇവിടെ അഹങ്കരിപ്പും മറ്റേ കുന്തളിപ്പും കാണിച്ച് പട്ടിഷോളം കാണിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. ദിയാകൃഷ്ണയുടെ ഫാമിലിയുടെ കേസ് അറിഞ്ഞല്ലോ. വേറൊന്നുമില്ല, മൊത്തം അതാ വധാ ഫതാ ധതാ ധുത ഒക്കെ ആയിട്ടുണ്ട് അവസ്ഥ. അവിടെ അശ്വിന് പട്ടിയുടെ വില പോലും ഇല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കി. ഒന്നുമില്ല, അശ്വിൻ എന്ന് പറയുന്നവൻ വെറും ഡമ്മി. ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പ്രൈസ് എങ്ങാണ്ട് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് അവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും അവനെ മൈൻഡ് ചെയ്യുന്നില്ല. കൺഗ്രാറ്റ്സ് പോലും ആരും പറയുന്നില്ല. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥ. അതിപ്പോൾ റീസെൻ്റ്ലി പഴയ വീഡിയോസ് കിടന്ന് കുത്തിപ്പൊങ്ങി കറങ്ങി ഓടുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. എന്തായാലും കൊള്ളാടേ, അടിപൊളി. സുഖമല്ലേ എല്ലാവർക്കും കുടുംബത്തോടെ? നിങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഏത് കെ ഫാമിലി. ഒരു കാലത്ത് നിങ്ങളും ഒന്നും ഇല്ലായ്മയെന്നൊക്കെ തന്നെയാണ് കയറി വന്നത്. ഏട്ടൻ പണ്ട് ദൂരദർശനിലിരുന്ന് ന്യൂസ് വായിച്ചുകൊണ്ടിരുന്നു. പിന്നെ സിനിമയിൽ അങ്ങനെ ഇങ്ങനെ പിന്നെ ഇങ്ങനെയൊക്കെ ആയി. ഇപ്പം മക്കൾക്കും കുടുംബത്തിന് മൊത്തത്തിൽ യൂട്യൂബ് ചാനലായി, കോടികളുടെ വരുമാനമായി, ബിസിനസ്സുകളായി, സ്വന്തമായിട്ട് BMW ഫ്രഷ് BMW ഒക്കെ എടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ വലിയ കോടീശ്വരായി, വലിയ കോടീശ്വര കുടുംബമായി. അപ്പോൾ ചുറ്റുമുള്ളവരെ എല്ലാം മറന്നു. ഇനി സ്വന്തം ഭർത്താവെന്ന് പറയുന്നവനെയും അവൻ്റെ വീട്ടുകാരെയും പുച്ഛിക്കാൻ തുടങ്ങി. ഇനി ഭർത്താവിനൊരു മൊണ്ണ കണക്കിന് ഡമ്മി കണക്കിന് പേരിനൊരു ഭർത്താവ് ആ കണക്കിനാണ് അവൻ കിടക്കുന്നത്. അവൻ സത്യം എന്തിന് ഇങ്ങനെ ഒരു കീ കറക്കി വിട്ട പമ്പരം പോലെയാണ് അവൻ്റെ പോക്ക്. അവനെ ഞാൻ വില കൊടുക്കുന്നില്ല, അവരെ വില കൊടുക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിനു വില കൊടുക്കണം? ഓക്കെ, അവൻ്റെ കുടുംബത്തിനെ വഴിയെ പോണവരെ ഞാൻ അമ്മാകന്ന് കയറി വിളിക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യോ വയ്യോ ഒന്നും പറയാനില്ല, കാര്യങ്ങളോട്ടൊന്നും പോകുന്നില്ല. ലേറ്റസ്റ്റ് ആയിട്ട് ഇവര് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആര്? ദിയ. ഞാനൊന്ന് വായിക്കാം. ഹാവിങ് എ പാർട്ട്ണർ ദാറ്റ് ഈസ് നോട്ട് ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദയർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഈസ് എ ബ്ലെസ്സിങ് ഫ്രം എബോവ്. ആയിക്കോട്ടെ, അടിമക്കണ്ണനെ പിടിച്ചെടുത്ത് ആയിക്കോട്ടെ. ഇനി ഈ വീഡിയോ ദിയ കാണൂല എന്ന് എനിക്കറിയാം. ഇനി അഥവാ കണ്ട ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇവിടെ നിനക്ക് അമ്മയുടെ വില എന്താണെന്ന് അറിയത്തില്ല, വഴിയെ പോണവരെ നിനക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റത്തില്ല, അത് നിന്റെ ഇഷ്ടം, നീ വിളിക്കണ്ട. പക്ഷെ അമ്മ ഒരു തൊട്ടി വർത്തമാനം പറയരുത്. അതെങ്ങനെ? 10 ഗുണം 10 ഗുണം പഠിപ്പും വിദ്യാഭ്യാസവും നല്ല ഉയർന്ന CBSE സ്കൂളിൽ പഠിച്ചിട്ട് കാര്യമില്ല. സ്റ്റേറ്റിൽ പഠിക്കണം, നമ്മളെപ്പോലെ പഠിക്കണം. എന്നാലും മനുഷ്യപ്പറ്റെന്ന് പറയുന്ന ഒരു സാധനം കാണത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ പഠിച്ച് വലിയ കൊമ്പന്മാരും കൊമ്പത്തികളൊക്കെ ആവും. പക്ഷെ മനുഷ്യപ്പറ്റെന്ന് പറയുന്നത് ബിഗ് സീറോ ആയിരിക്കും. പാവപ്പെട്ടവനെയും ഒന്നുമില്ലാത്തവരെയും തമ്മിൽ തിരിച്ചറിയാനും അതിനൊക്കെ കുറച്ച് മനുഷ്യപ്പറ്റെന്ന് പറഞ്ഞ സാധനമാണ്. അത് ചിലപ്പോൾ ഇല്ലാണ്ടായിപ്പോൾ. അതെന്തായാലും ഇവർക്കൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗംഗാ മീനാക്ഷി ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ഓക്കെ, റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ യൂട്യൂബറാണ്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ യൂട്യൂബ് ചാനലുള്ള കാര്യം ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ റീൽസ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ നെഗറ്റീവ് കമന്റ്സ് വരുന്നതിനെ എടുത്തു വെച്ചിട്ട് തിരിച്ചടിച്ച് അണ്ണാക്കി കൊടുക്കുന്ന രീതിയിൽ മറുപടി കൊടുക്കുന്ന ഒരു ടീമാണ്. നല്ല രസമുണ്ട്. ഒരുപാട് പേര് എനിക്ക് ഈ പെൺകുട്ടിയുടെ വീഡിയോ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അവർ ഫാമിലിയോടെ മൊത്തത്തിൽ ഇരുന്ന് ആ വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് ചെയ്യും. അപ്പോൾ അതിൽ ഞാൻ വിചാരിച്ചിരുന്ന ആ പെൺകുട്ടിയുടെ അമ്മ, അച്ഛൻ എന്നാണ് വിചാരിച്ചത്. ഓക്കെ, ഒന്നുമില്ലാത്ത വഴി കിടന്ന് പട്ടിണി കിടന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കാവലായിട്ട് ഒരു പട്ടി മാത്രം ഉണ്ടായിരുന്നു. ആ സമയത്ത് സ്വന്തം അച്ഛൻ പോയി, ആരുമില്ല, വഴിയിൽ കിടന്ന സമയത്ത് വന്നതാണ് ഈ വ്യക്തി. അതിനുശേഷം ഞാൻ വിചാരിച്ചിരുന്ന ഈ വ്യക്തി സ്വന്തം അച്ഛനായിരിക്കുന്നു, പക്ഷെ അല്ല. എന്തായാലും ദിയാകൃഷ്ണൻ, നീ ഇതൊക്കെ കാണണം. കാരണം ഇങ്ങനത്തെ മനുഷ്യർ ഈ ലോകത്തുണ്ടെന്ന് നീ ഒന്ന് അറിയണം. നീ അറിഞ്ഞേ പറ്റത്തുള്ളൂ. വേറെ ആരറിഞ്ഞില്ലെങ്കിലും നീ അറിയണം ദിയ. കാരണം അതാണ്. എന്തായാലും അവരുടെ 1-2 റീല് ഞാൻ ആദ്യം ഒന്ന് കൊടുക്കാം, കണ്ടു നോക്കാം. ഏതാണ് ഈ പട്ടി തീട്ടങ്ങൾ? ആർക്കാണ് അറിയേണ്ടത്? മാമ, ഡാഡയുടെ തൊള്ള പൊത്തോ? ലുക്ക് അറ്റ് മൈ ഡാഡാ. പുള്ളിയുടെ ഫേസ് കണ്ടാ അറിയില്ലേ? പുള്ളി ഒരു ജർമ്മൻ ഷെപ്പേർഡിന്റെ കാട്ടമായിരിക്കും. കൊള്ളാം. ആൻഡ് ലുക്ക് അറ്റ് മൈ മാമ, ഷീസ് വെരി ക്യൂട്ട്. പ്രോബബ്ലി ഒരു ഹസ്കിയുടെ കാട്ടമായിരിക്കും. ഞാൻ വല്ല രായവാളയത്തിന്റെ വല്ല കാട്ടവുമായിരിക്കും. ഇമാതിരി രീതിയിലാണ് റിപ്ലൈകൾ കൊടുക്കുന്നത്. അതായത് ഏതാണ് ഈ പട്ടിത്തീട്ടങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ കാട്ടങ്ങളെന്ന് പറഞ്ഞ് സ്വയം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് റിപ്ലൈ കൊടുക്കുന്ന അങ്ങനത്തെ കുറേ കോമഡി ആയിട്ട് റിപ്ലൈ കൊടുക്കും. എന്ത് അവരാതെ കമന്റ് വന്നു കഴിഞ്ഞാലും അതിനൊരു കോമഡി രീതിയിൽ റിപ്ലൈ കൊടുക്കും. ഞാൻ ഈ വ്യക്തി ഈ പെൺകുട്ടിയുടെ അച്ഛനെന്നാണ് വിചാരിച്ചല്ല. അത് ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. അതേപോലെ എനിക്ക് വിഷമം വന്ന് എനിക്ക് അങ്ങനെ അധികം
പല വീഡിയോസ് കാണുമ്പോൾ വിഷമം വരാറില്ല. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വിഷമം വന്നു. അതിൻ്റെ റീസൺ ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചിരുന്നത്. എൻ്റെ ചിന്താഗതികളും ചിന്തകളും എല്ലാം തെറ്റായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ഞാൻ സാധാരണ ഒരു ഫാമിലി ഒരു വീഡിയോസ് ചെയ്യുന്നു, കാണുന്നു, നല്ല രസമുണ്ട്. പക്ഷെ ഇവർക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഒരു റീലൂടെ കാണാം. നിന്റെയൊക്കെ മോന്ത കാണാൻ എൻ്റെ ചന്തി പോലെ ഉണ്ടെന്ന്. ചേട്ടൻ്റെ അമ്മേനെയൊക്കെ സമ്മതിക്കണം. പാവം അവിടൊക്കെ വന്ന് കണ്ണും പിരിവൊക്കെ എഴുതി തരുന്നില്ലേ? തുപ്പാവോ? അച്ഛനേത് ഇരുതലമൂരിയാന്ന് തോന്നുന്നു. ചുമ്മാതല്ല ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ തല വന്നത്. കൊടുത്തെന്ന് പറഞ്ഞാലും പറ്റത്തില്ല, അണ്ണാക്കി കൊടുത്ത്. ഏതായാലും ആ മെസ്സേജ് അയച്ചോ ഇപ്പം അപ്പിട്ട മോന്ത പോലെ ഇരിക്കുന്നതായിരിക്കും. കൊടുത്തടാ, അണ്ണാക്കി കൊടുത്തു മോളെ. എന്തായാലും ഗംഗാകൃഷ്ണ, നിങ്ങൾ കലക ടീമാണ്, ഇല്ലെന്നേ പറയുന്നില്ല. ഒരു വീഡിയോ കൂടി കാണാം. നിനക്കൊക്കെ മലർന്ന് കിടന്ന് കാശുണ്ടാക്കിക്കൂടെ? നിനക്കൊക്കെ മലർന്ന് കിടന്ന് കാശുണ്ടാക്കിക്കൂടെ മോളെ സൗരി? ചേട്ടാ ഒരു രക്ഷയില്ല, നമ്മുടെ അണ്ണ ഒരു രക്ഷയില്ല. കില്ലാടി തന്നെ, ഒന്നും പറയാതിരിക്കാൻ പോയി. എൻ്റെ പൊന്നെണ്ണ, നിങ്ങൾ കലക്കി. ചിരിക്കുമ്പം കുലുങ്ങും ഒന്നുമില്ലല്ലോ. അടുത്ത റിപ്ലൈ. ചിരിക്കുമ്പോ കുലുങ്ങൊന്നും ഒന്നുമില്ലല്ലോ. ഓ, വയസ്സാം കാലത്ത് അപ്പൂപ്പന്റെ ഒരു കുസൃതി. തോടുപോയി അമീർ ഖാൻ അവിടെ ഇരി, ഇപ്പൊ സെറ്റ് ചെയ്യാം. എല്ലാത്തിനും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ മറുപടി. പക്ഷെ ഇനി ഞാനൊരു ഇന്റർവ്യൂ ഉണ്ട്, ഇവരുടെ ഒരു ഇന്റർവ്യൂവിന്റെ ക്ലിപ്പ് കൊടുക്കാം. സത്യം പറയാമല്ലോ, ബേസിക്കലി കണ്ട സമയത്ത് എനിക്ക് തന്നെ എന്തോ പോലെ തോന്നി. കാരണം എനിക്ക് ഇവരെ പറ്റിയിട്ടൊരു ഇമേജ് ഉണ്ട്. നമ്മളിപ്പോൾ പുറമേ കാണുന്ന പോലെ ആയിരിക്കത്തില്ല ഓരോ വ്യക്തിയുടെ ലൈഫ്. അതും കൂടി നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കണം. നമ്മളിപ്പോൾ പുറമേ ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടോ, ഓ അവൻ്റെ ലൈഫ് അടിപൊളിയായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ തന്നെ ജയൻ രവി അല്ലേ? ജയൻ രവി എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ആരെങ്കിലും വിചാരിച്ചു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കാണേണ്ടി വരുമെന്ന്? ഒരിക്കലും വിചാരിച്ചില്ല. നമ്മൾ വിചാരിച്ചു അവരുടെയൊക്കെ ലൈഫ് അടിപൊളി ലൈഫ് എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങയുടെ പേഴ്സണൽ ലൈഫ് മൊത്തം ഫ്ലോപ്പാണ്. അതുപോലെ ആയിരുന്നു ഫ്ലോപ്പെന്ന്. ഇപ്പോൾ ഇവരുടെ ലൈഫ് ഫ്ലോപ്പെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ടൈമിൽ ഇവരുടെ ലൈഫ് ഫ്ലോപ്പായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് ഇന്ന് സെറ്റായിട്ട് വന്ന് അന്നത്തെ അവരുടെ ആ കഷ്ടപ്പാടുകൾ കേട്ടപ്പോൾ അറിയാണ്ട് നെഞ്ചിലൊരു പെടഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ കാണുന്ന സമയത്ത് ഞാൻ കുറച്ച് ഭാഗമൊന്നും കൊടുക്കാം. ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ അല്ല, അതിനേക്കാളും മുമ്പേ മാറി എൻ്റെ ജീവിതം. ഈ ഗംഗയുടെ എൻ്റെ 3 മക്കളുടെ അച്ഛനല്ല ഇത്, സത്യം പറയാല്ലേ. ഈ മഞ്ജു പിന്നെ വേറെ വിവാഹം കഴിക്കാതെ ഞങ്ങളെ ഏറ്റെടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ അന്നേ തന്നെ ഞങ്ങളുടെ ജീവിതം കുറേ മാറി. മോള് പഠിക്കാൻ പൈസ ഇല്ലാണ്ടായി, ഒത്തിരി 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 അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അന്നേരമൊക്കെ പുള്ളിയാണ് നമുക്കൊരു സഹായത്തിന് വന്നത്, ഞങ്ങളെ ഏറ്റെടുത്തത്. ലോകത്ത് ആരെങ്കിലും ചെയ്യുമോ? അത് ഒരു മനുഷ്യരും ചെയ്യൂല. അങ്ങനെ എനിക്കാണെങ്കിൽ എന്നെ കണ്ടെടുക്കാൻ പോലും ഇല്ല. അത്രയ്ക്ക് ഞാനങ്ങ് മോശമായി ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ജീവിച്ചത്. ആ സമയത്ത് ഗംഗയാണ് മൂത്തത്. എനിക്ക് ഇവരുടെ ഈ വീഡിയോ കണ്ട സമയത്ത് ഒരു പാട്ട് ഓർമ്മ വന്നു. വേറെ ഒന്നല്ല, കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി നോവിൻ കടലിൽ മുങ്ങിത്തപ്പി മുത്തുകൾ ഞാൻ ആ വരികളാണ്. അതായത് കണ്ണീർ മഴയത്തും ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നു. ആ അവസ്ഥയാണ്. ഒരുപാട് ദുഃഖങ്ങളുള്ള ഒരു ആൾക്ക് ഒരുപാട് ചിരിക്കാനും കഴിയുമെന്നൊക്കെ പറയുന്നത് ചില സമയങ്ങളിൽ സത്യമാകും. ഇവരുടെ വീഡിയോസ് എല്ലാം ചിരിപ്പിക്കുന്ന വീഡിയോകൾ മാത്രമാണ്. പക്ഷെ അവരുടെ ലൈഫ്, അവർ വന്ന വഴികൾ, കടന്നു വന്ന ജീവിത രീതികൾ ഒക്കെ വ്യത്യസ്തമാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു അവരുടെ ലൈഫിൽ. ബാക്കിയും കൂടി കുറച്ച് ഭാഗം ഞാനൊന്ന് കൊടുക്കാം. എന്തായാലും ഈ വ്യക്തി ഈ പിള്ളേരുടെ അച്ഛനല്ല. പക്ഷേ അച്ഛനല്ല, ജന്മം കൊണ്ട് ജന്മം കൊടുക്കാൻ ആ പിള്ളേർക്ക് സാധിച്ചില്ലെങ്കിലും ഇനി കർമ്മം കൊണ്ട് അച്ഛനായില്ലേ, അത് മതി. അത് മതി. ജന്മം കൊടുക്കാൻ സാധിച്ചില്ല, ഓക്കെ, പക്ഷെ കർമ്മം കൊണ്ട് നിങ്ങളൊരച്ഛനാണ്. പക്ഷെ ദിയാകൃഷ്ണനെ പോലെയുള്ള ഫാമിലി പറയും വഴിയെപ്പോണവരെയൊന്നും എനിക്ക് അച്ഛന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ അഹങ്കാരം നിറഞ്ഞവളുമാരെ മടല് വെട്ടി അടിക്കണം, അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതിലൂടെ ഞാൻ വീണ്ടും വരുന്നില്ല. ബാക്കി ആദ്യം അച്ഛനൊരു ഷേക്ക് ഹാൻഡ്. സൂപ്പർ അല്ലെ? നമ്മളിപ്പോ പറയില്ലേ അമ്മേ, ഇപ്പൊ ജന്മം കൊണ്ടാവണം എന്നില്ല, കർമ്മം കൊണ്ട് നമുക്കെല്ലാം നല്ല ഭംഗിയായിട്ട് അല്ലെങ്കിൽ സന്തോഷവും സമാധാനവും നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ജന്മം കൊണ്ട് പുള്ളി ഇവരുടെ അച്ഛനല്ലെങ്കിലും പക്ഷെ സ്നേഹം കൊണ്ട് പുള്ളി ഇപ്പം ഏറ്റവും കൂടുതൽ ഇവരുടെ അച്ഛനും അല്ല, ആരാന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ. അച്ഛനേക്കാളും ഒക്കെ മേളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. കാരണം
പക്ഷെ ഇപ്പൊ എവിടെ പോയാലും ഗംഗയുടെ അച്ഛൻ അമ്മ എന്ന പേരിൽ പുള്ളി ഫേമസ് ആയിട്ടുണ്ട്. ഇപ്പൊ അവരുടെ അച്ഛനാണ്. അതെ, അച്ഛനാണ്. അച്ഛൻ എന്നുള്ള ടൈറ്റിലിന് ഇവിടെയാണ്. ഈ തല എവിടെ കൂടെ പോയാലും ആള് പറയും. അല്ല, ഗംഗയുടെ അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇല്ലാത്ത കള്ളമൊക്കെ ഇപ്പൊ ഇവിടെ വന്നിരുന്നുകൊണ്ട് ഞാനും മോളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന എൻ്റെ നാട്ടുകാർ കാണും. എന്നെ അറിയാവുന്ന കലാഫീൽഡിലുള്ള ആൾക്കാർക്ക് അറിയാം, അല്ലാതെ വേറെ ഒരുപാട് ആൾക്കാർക്ക് ഞങ്ങളുടെ ഫാമിലി അറിയാം. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വന്നിരുന്നുകൊണ്ട് എൻ്റെ കുട്ടികളുടെ അച്ഛനെ എന്നൊക്കെ പറയേണ്ടുന്ന കള്ളം പറയേണ്ടുന്നതല്ല. അപ്പോൾ പിന്നെ അത് പൊളിയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുള്ളി ഗംഗയുടെ അച്ഛനല്ല, ഗീതുവിൻ്റെ അച്ഛനല്ല, എൻ്റെ മോൻ്റെ അച്ഛനല്ല. പക്ഷേ അച്ഛനേക്കാളും ഒക്കെ മേലെ ആ പുള്ളി. സത്യം, ആ വാക്കുകൾ, ആ സ്ത്രീയുടെ വാക്കുകൾ കേട്ടോ, അവരത്രയും വാല്യൂ കൊടുക്കുന്നുണ്ട്. അച്ഛനേക്കാളും മുകളിൽ എന്ന് പറയുമ്പോൾ ടോപ്പ് ടക്കറായി. എൻ്റെ പൊന്നെ നീ ഇതൊക്കെ കാണുന്നുണ്ടാ? അപ്പം മനസ്സിലായ ഓരോരുത്തരുടെ ഇമോഷൻ മനസ്സിലായടേ. മാളിക മേളിൽ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. താഴേക്ക് തിരിഞ്ഞു നോക്കണം. പാവപ്പെട്ടവരുടെ, സാധാരണക്കാരുടെ ഇടയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം കേട്ടാ. നിനക്ക് നിന്റെ വീട്ടിലെ സിന്ധു അമ്മച്ചി ആൻറ്റിയെ മാത്രം അമ്മയെന്ന് വിളിക്കാൻ പറ്റുള്ളൂ, നീ വിളിച്ചോ, അത് നിന്റെ ഒപ്പീനിയനാണ്, നിന്റെ ഇഷ്ടമാണ്. പക്ഷെ തൊട്ടി വർത്തമാനങ്ങൾ, നോട്ട് ദ പോയിന്റ്. എന്ത് തൊട്ടി വർത്തമാനങ്ങൾ? ഓക്കെ, അവസ്ഥ ഉണ്ട. ഇത് നീയാണ് കാണേണ്ടത്, നീയാണ് ഇത് കാണേണ്ടത്. കാരണം കിടന്നങ്ങ് കുന്തളിക്കുന്നുണ്ടല്ല അവസ്ഥ. അവനൊരു പട്ടിയുടെ വിലയെങ്കിലും കൊടുക്കേണ്ട അശ്വിന്, ഒരു പട്ടിയുടെ വിലയെങ്കിലും ജസ്റ്റ് ഒന്ന് കൊടുത്തേക്ക്, നല്ലതായിരിക്കും. ലൈഫ് അങ്ങനെ അത്ര വലിയ ചേഞ്ചസ് ഒന്നും അല്ല, എന്നാലും വലിയ കുഴപ്പമില്ല. നമ്മളെ സ്നേഹിക്കാൻ കുറെ ആളുകളുണ്ട്. പിന്നെ നമുക്ക് വീഡിയോ ഇടുമ്പോൾ ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്. ഈ പൈസയെക്കാളും കൂടുതൽ നമ്മുടെ സന്തോഷം ഇമ്പോർട്ടന്റ്. ഇവര് മാസം എനിക്ക് ചാർജ് ചെയ്യുന്നുണ്ട്, ഞാൻ വീഡിയോ ഇടുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. അതിൽ അമ്മയ്ക്കും അച്ഛനും കമന്റ് ഇടുമ്പോൾ ഇവർക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പം നെഗറ്റീവ് കമന്റ് വരുമ്പോൾ ഒന്നും എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം നമുക്ക് എന്തെങ്കിലും വിഷമിക്കുന്നതിന് ചിലപ്പോൾ ഞങ്ങളുടെ മനസ്സായിരിക്കുന്നത്, ചിലപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ അയാളുടെ വീട്ടിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഭാര്യയായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോ ആയിരിക്കും ചിലപ്പോൾ നമ്മളിടുന്നത്. അന്ന് ഞാൻ പറയും പുല്ലുകൾ, അല്ലെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ അനുസരിച്ച് അയാൾ അന്നേരം കമന്റ് ഇടും. ചിലപ്പോൾ അങ്ങനത്തെ കമന്റ് ഓക്കെയാണ്. പക്ഷെ മറ്റുള്ള കമന്റുകൾ എന്ത് അത് അറിയത്തില്ല. അങ്ങനത്തെ അവരത് ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് വിഷമിക്കണം. നാളെ വീഡിയോ ഇടാൻ തുടങ്ങുമ്പോൾ അയാൾ ആ കമന്റ് ഇട്ടല്ലോ, നിർത്തി പോകണം എന്ന് നമ്മൾ ചിന്തിക്കുമെന്ന് പറഞ്ഞാൽ പുള്ളി ഇടുന്നത്. വെച്ച് പൈസ ഒപ്പിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷമില്ല. അത് മാത്രല്ല, ഇനി ഇതെല്ലാം ഇതിനപ്പുറം അവർ ഇട്ടിരുന്നാലും ഞങ്ങൾ കരയാനും പിടിക്കാനും, കാരണം അതിനപ്പുറം നമ്മൾ അനുഭവിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇനി എന്തോത്തിന് ഇനി എനിക്ക് അതിനകത്ത് അങ്ങ് കരയാനോ. എനിക്ക് ഒരു കമന്റ് വന്നായിരുന്നു, അമ്മയെ കണ്ടെണ്ണൊക്കെ ഛർദ്ദിക്കാൻ മുടങ്ങി. അങ്ങനത്തെ കമന്റ് വെച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്കത് ഞാൻ ആദ്യം വായിച്ചപ്പോൾ ഞാൻ കിടന്ന് ചിരിച്ചത് സത്യമാണ്. അല്ലാണ്ട് ഞാൻ അത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല ചിരിച്ചത്. അത് ഞാൻ അടുക്കള ജോലി കൊണ്ടിരിക്കുമ്പോഴേ ഗംഗ എന്ന് പറയുന്നത്, അമ്മ ഇന്നണക്കൊരു കമന്റ് ഉണ്ടല്ലോ. ഞാൻ എന്ത് കമന്റ് അടി, അന്നേരം എൻ്റെ കോലം ഒന്ന് കാണുമായിരുന്നു, അമ്മയെ കണ്ടിട്ടൊക്കെ ഛർദ്ദിക്കാൻ മുട്ടുന്നത്. അത് വീഡിയോ ഞാൻ കണ്ടില്ല. അത് എനിക്ക് ഈ നെഗറ്റീവ് കമന്റിനോട് വലിയ ഇതാന്ന് പറഞ്ഞാൽ, സ്റ്റാൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ പല രീതിയിലുള്ള സ്റ്റാൻഡപ്പ് നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ അന്ധവിശ്വാസത്തിനെ പറ്റി ഒരു സ്റ്റാൻഡപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഒരു പാർട്ടി പേരും, ഒരു രാഷ്ട്രീയ പാർട്ടി പേരും, വേറെ സ്റ്റാൻഡപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ഞാൻ 3 രാഷ്ട്രീയ പാർട്ടിയിലും കയറി ഇറങ്ങി നടക്കും. അപ്പോൾ ഇവിടെ ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് നെഗറ്റീവ് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു, ഞാൻ സ്റ്റാൻഡപ്പ് പരിപാടി നിർത്തിയാലോ എന്നൊരു ആലോചിച്ചായിരുന്നു. പിന്നെ വിചാരിച്ചാൽ ആ നെഗറ്റീവ് കമന്റ് വരുന്ന വീഡിയോ ഒക്കെ മില്യൺസ് അടിക്കുന്നുണ്ട്, നല്ല വീഡിയോസ് എല്ലാം അവിടെ കിടക്കുക കയറാതെ. അപ്പം ഞാൻ നല്ലതല്ലേ, അങ്ങനെ പോട്ടെ. അവർ നെഗറ്റീവ് അടിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അറിയപ്പെടുമല്ലേ, കുഴപ്പമില്ല, അങ്ങനെ ആയിക്കോട്ടെ, നല്ല കാര്യം. അത് സത്യമാണ് കേട്ടോ. നെഗറ്റീവ് അടിക്കുന്നവരും കൂടുതൽ ഇവരെ അറിയപ്പെടും. അതുപോലെ തന്നെ നെഗറ്റീവ് കമന്റ്സ് അവർക്ക് വന്നാലേ കണ്ടന്റ് ഉണ്ടാകത്തുള്ളൂ, എന്നാലേ അവർക്ക് ഇതുപോലത്തെ കോമഡി കണ്ടന്റ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നെഗറ്റീവ് കമന്റ്സ് അവർക്ക് വന്നാലേ നമുക്ക് ഇതുപോലെ ചിരിക്കാൻ വല്ല വകുപ്പും കാണത്തുള്ളൂ. പക്ഷെ എന്തു തരം വൃത്തിയിട്ട നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാലും അതിന് നേരെ കുറുക്കി കൊള്ളുന്ന അണ്ണാക്കിലെ മറുപടിയാണ് ഗംഗ കൊടുക്കുന്നത്. ഗംഗയും ഈ ചേട്ടനും ഈ ചേച്ചി എല്ലാവരും ചേർന്ന് അവർ മൊത്തത്തിൽ അങ്ങനെ അടിച്ച് അണ്ണാക്കി കൊടുക്കുകയെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. ആ ഒരു സെറ്റപ്പാണ്. നല്ല കൊള്ളാം, അടിപൊളി വീഡിയോസാണ്. പക്ഷെ ഇവരൊക്കെ ലൈവില് കണ്ടിട്ടില്ലേ, ഇവർക്കൊക്കെ ഇതുപോലത്തെ ഇന്റർവ്യൂ കിട്ടുന്നതും അർഹതപ്പെട്ട ആദരവുകൾ കിട്ടുന്നതും നല്ലതാണ്. കാരണം ലൈഫിലൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന് ആ ഒരു സെറ്റപ്പിൽ നിന്ന് മാറി ഇന്ന് നല്ലൊരു നിലയിലേക്ക് എത്തുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷെ നാളെ അഹങ്കാരം എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ എത്താതിരിക്കട്ടെ. കുറെ പണവും പ്രശസ്തിയൊക്കെ വന്നതിന് ശേഷം അഹങ്കാരം എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് നിങ്ങളും പോകാതിരിക്കട്ടെ. അവിടെയാണ് നിങ്ങളുടെ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു മോശം ലെവലിലോട്ട് നിങ്ങൾ ഒരിക്കലും പോകരുത്. ഈ ദിയാകൃഷ്ണ KK ഫാമിലിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാതെ കിടന്നപ്പോ ഇപ്പൊ എല്ലാം കൂടി വന്നപ്പം എന്നോ, അതായത് നാട്ടുകാരുടെ മുന്നിൽ കുന്തളിപ്പോ അഹങ്കാരവും
പണത്തിന്റെ ഒങ്കും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കയറി. അത് അങ്ങനെയാണല്ലോ KK ഫാമിലി. അപ്പൊ വന്ന് കെട്ടിക്കൊണ്ടുവന്ന ഭർത്താവിന് പോലും പട്ടി വില കൊടുക്കുന്നില്ല. നമ്മൾ വരികയും അവൻ അവിടെ കിടക്കും അടിമ കണക്കിന്. ആ അടിമ കണ്ണണ്ട നമ്മുടെ അശ്വിൻ ആ സെറ്റപ്പിലായി. ഓക്കെ, ഞാൻ ഈ മോളുമായിട്ട് കുറേ നാള് ഇവളുമായിട്ട് കടത്തിണ്ണകളിലോട് കടന്നിട്ടുണ്ട്. ഞാൻ ഇവളെ കൊണ്ട് സത്യം, ഞാൻ കള്ളം പറയല്ല, സത്യസന്ധമായ കാര്യം പറയാം. പുള്ളിക്കൊക്കെ അറിയാം, പുള്ളിയൊക്കെ ആ നാട്ടിലുള്ളതല്ലേ, പുള്ളിക്കൊക്കെ അറിയാം. ഞാൻ എൻ്റെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അത് ഞാൻ ഒളിച്ചു വെക്കേണ്ടുന്ന കാര്യമില്ല. എൻ്റെ മോളെ നടുക്കത്തെ മോളെ പ്രഗ്നൻ്റായി 3 മാസം തൊട്ട് അവളെ പ്രസവിച്ചൊരു പരുവം വരെയും ഞാൻ കടത്തിണ്ണതോറും നടന്നു. ആരും തിരിഞ്ഞു നോക്കില്ല. എൻ്റെ അച്ഛനോ അമ്മയോ എൻ്റെ സഹോദരങ്ങളോ ആരും തിരിഞ്ഞു നോക്കിയില്ല. അതിനടുത്ത് സ്കൂളുണ്ട്, പെൺകുളങ്ങര സ്കൂൾ. അന്ന് ഓല ഷെഡൊക്കെയാണ് സ്കൂളിൽ. ആ സ്കൂളിൻ്റെ വരാന്തയിൽ കയറി കിടന്ന് കൂടെ കുറേ തെരുവ് പട്ടികളുണ്ടായിരുന്നു കൂട്ടിന്. ആ പട്ടികൾ എന്നെ സംരക്ഷിച്ച്. അതുകൊണ്ടുകൂടി തന്നെ ഇപ്പോഴും തെരുവിലുള്ള പട്ടികൾക്ക് ഞാൻ ഫുഡ് കൊടുക്കും. അവരെ കൈ കഴുകാൻ തോന്നത്തില്ല മോളെ എനിക്ക്, സത്യം. ഇപ്പോഴും എല്ലാവരും പള്ളു പറയും പട്ടിക്ക് ചോറ് കൊടുക്കുമ്പോൾ, പക്ഷെ ഞാൻ കൊടുക്കും ഇപ്പോഴും. കാരണം ഒരാപത്ത് സമയത്ത് എന്നെ ഇവളെ കുഞ്ഞുങ്ങളെയൊക്കെ ആ പട്ടികളെ സംരക്ഷിച്ചത് സത്യം പറയാം ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് ഗംഗയ്ക്ക് അതൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ ഞാൻ പക്ഷെ അതെല്ലാം ഒരു സിനിമ പോലെ ഓർത്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റാ, അതുകൊണ്ട് നല്ല രസമല്ലേ ഇങ്ങനെ ഇരിക്കുമ്പം രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, അവിടെ നമ്മൾ ഇവിടം വരെ എത്തി. അപ്പോ അവര് അനുഭവിച്ച സിറ്റുവേഷൻ ഇന്ന് അവർ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും അന്ന് അവർ അനുഭവിച്ച സാഹചര്യം ഒന്ന് ഓർത്ത് നോക്ക്. നമ്മുടെ ലൈഫ് ഇവര് പറഞ്ഞ ആ സിറ്റുവേഷനിലൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. കടത്തിണ്ണയിൽ കിടക്കുന്നു, തെരുവ് നായ്ക്കളാണ് കാവലായിട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ. ജീവിതത്തിൽ അവർ എന്തുമാത്രം ആ സമയം ആ ഒരു കാലഘട്ടം കടന്നു പോയെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സത്യം, ഞാൻ നിങ്ങളെക്കുറിച്ച് ഒട്ടും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഞാൻ അന്തം വിട്ടുപോയി. ഇത്രയും ഒരു വേസ്റ്റ് സിറ്റുവേഷനിൽ നിന്നാണോ നിങ്ങൾ കരകയറി വന്നതെന്നാണ് ഞാൻ ആലോചിച്ചത്. ഒരുപാട് ആൾക്കാരുണ്ട്, ഇതിനേക്കാൾ അപ്പുറത്ത് സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്ന് ഇവർ സ്ട്രഗിൾ ചെയ്ത് ഇന്ന് ഈ ഒരു നിലയിൽ എത്തിയെങ്കിൽ അത് അവരുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. പിന്നെ ആ വ്യക്തി സ്വന്തം അച്ഛനല്ലാത്ത വ്യക്തിയെ ഡാഡാന്നും അച്ഛാന്നൊക്കെ വിളിക്കാൻ ആ പെൺകുട്ടി കാണിക്കുന്ന മനസ്സ് അല്ലേ, ഒന്നുമില്ലാതെ കിടന്നപ്പോൾ താങ്ങായി തണലായി വന്ന വ്യക്തി, അങ്ങനെയൊക്കെയാണ്. അത് ദിയാകൃഷ്ണനെ പോലുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ താങ്ങും. കാരണം നീ അത് കേൾക്കാൻ അർഹത ഉള്ളവളാണ് ദിയ, ഉള്ളവളാണ്. കാരണം നീ കാണിച്ചു കൂട്ടിയത് അങ്ങനെയൊക്കെയാണ്. ഓക്കെ, എന്തായാലും ആ പെൺകുട്ടിയുടെ ലൈഫ് കേൾക്കുന്ന സമയത്ത് ഒരു രീതിയിലേക്ക് നമുക്ക് വിഷമം വരും. ആ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. ആ പിള്ളേരെ കൊണ്ട് കടത്തിണ്ണയിൽ കിടന്ന സമയം പട്ടികൾ, നായ്കൾ, തെരുവ് നായ്കളാണ് കാവലായിട്ട് ഉണ്ടായിരുന്നത്. വേറെ ആരുമില്ല, തിരിഞ്ഞു പിരിഞ്ഞ് നോക്കാൻ ആരുമില്ല, നല്ലതിനും ചീത്തയ്ക്കും ആരുമില്ല. ഇപ്പോൾ ഇനി ചിലപ്പോൾ കുടുംബക്കാരും ബാക്കിയുള്ള നാട്ടുകാരൊക്കെ കൂടെ ഒത്തുകൂടും. എന്നാൽ നിങ്ങൾ അന്ന് കടത്തിണ്ണയിൽ കിടന്നപ്പോൾ നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങൾക്ക് ഒരു കൈത്താങ്ങ് തരാൻ ആരും ഉണ്ടായിരുന്നു തോന്നുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരെ കൈവിടരുത് കേട്ടോ. അങ്ങനെ കടത്തിണ്ണെ കിടന്ന സമയത്താണെന്ന് തോന്നുന്നു ഈ വ്യക്തി വന്നത്. ആര്? ഈ ഗംഗയുടെ അച്ഛനായിട്ട് ഇപ്പം നിൽക്കുന്ന ആ വ്യക്തി ഒരു പക്ഷേ. ഓക്കെ, എന്തായാലും നമ്മുടെ ഒരു വേസ്റ്റ് സിറ്റുവേഷനിൽ നമ്മുടെ കൂടെ നിൽക്കാത്ത ആരെയും നമുക്ക് നല്ല കാലം വരുമ്പോൾ കൂടെ നിർത്താൻ പാടില്ല, നിർത്തരുത്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെയും പിന്നെ ജീവിതത്തിൽ അടുപ്പിക്കരുത്. എന്തായാലും ഇതുപോലത്തെ കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടക്കുന്നുണ്ടെന്ന് നമ്മുടെ KK ഫാമിലി ഒന്ന് കാണണം കേട്ടാ. നിനക്ക് നിന്റെ അമ്മയെ നീ അമ്മ എന്ന് വിളിച്ചാൽ വേറെ ആരെയും വിളിക്കണ്ട. പക്ഷെ നിന്റെ അഹങ്കാര വർത്തമാനം, അതുപോലത്തെ നെകളിപ്പ് വർത്തമാനങ്ങൾ പറയല്ലേ മോളെ, അധികമൊന്നും നീണ്ടു പോകത്തില്ല. കൂടുതലൊന്നും പറയാല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ഇടണം. ബൈ.